ഒരു ചെറിയ സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ ഇന്നത്തെ ടു ഡു ലിസ്റ്റ്. മോർണിംഗ് എണീക്ക് ലേറ്റായി, അതുകൊണ്ട് തന്നെ പഠിക്കാൻ തുടങ്ങാനും ലേറ്റായി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 10:15 ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തംബ്ലൈന് കണ്ടിട്ടുണ്ടാവും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ 140 ഡേയ്സ് ലെഫ്റ്റ് എന്നുള്ളത്. അത് ഞാൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, എക്സാം ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ PSCൻ്റെ ആനുവൽ കലണ്ടറിൽ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം നടക്കുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസത്തിൽ ഏതെങ്കിലും ഒരു മാസം ആയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഗസ്റ്റ് 1 എന്നുള്ള ഡേറ്റ് എടുത്തിട്ട് ബാക്കിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് 140 ദിവസം കിട്ടിയത്. ഞാൻ ഈ വീഡിയോ എടുത്തത് മാർച്ച് 13-നാണ്. അപ്പോൾ മാർച്ച് 13 മുതൽ ഓഗസ്റ്റ് 1 വരെ 140 ദിവസമാണ് ഉള്ളത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒരു പേജോളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 1-2 ക്വസ്റ്റ്യൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അത് ഫുള്ളായിട്ട് വായിക്കാൻ ഇരുന്നാൽ പിന്നെ അത് തന്നെ വായിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പഠിക്കാൻ തന്നെ തുടങ്ങിയത്. പിന്നെ ഞാൻ കുറച്ച് നേരം മാത്സ് നോക്കി. ഇതെൻ്റെ ക്ലാസ് നോട്ട്സ് ആണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറേ ഷോർട്ട് കട്ട് മെത്തേഡ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് എല്ലാം മനസ്സിലായതാണ്, എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഇതെങ്ങനെ വന്നതെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. എനിക്ക് ശരിക്കും അത് എങ്ങനെ കിട്ടി, ഞാൻ തന്നെ ചെയ്ത് വെച്ചതാണ്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത്. ഒന്നാമത് എനിക്ക് മാത്സ് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ മാത്സ് നോട്ട്സ് എടുത്ത് പഠിക്കലും കുറവാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. മാത്സിന് ശേഷം ഞാൻ കറണ്ട് അഫെയർസാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഡെയിലി കറണ്ട് അഫെയർസ് എഴുതും. പക്ഷേ മാർച്ച് മുതലുള്ള കറണ്ട് അഫെയർസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ 1 വീക്ക് നാട്ടിലായിരുന്നു, അതുകൊണ്ട് എഴുത്തും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാർച്ച് 1 മുതലുള്ള കറണ്ട് അഫെയർസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എഴുതാൻ. CA എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പത്രവാർത്തകൾ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനുശേഷം ഭക്ഷണം കഴിച്ചു, എന്നിട്ട് വീണ്ടും കറണ്ട് അഫെയർസ് എഴുതി. ഒരു 3 ദിവസത്തെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ഒരു ടൈം ആയതുകൊണ്ട് നല്ല ചൂടും ഉണ്ടായിരുന്നു, പിന്നെ ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുത്ത് നിർത്തി വെച്ച് എന്നിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി, എന്നിട്ട് ക്ലാസ് നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തു. കെമിസ്ട്രിയാണ് ഞാൻ തുടങ്ങിയത്. ഇന്ന് ഞാൻ പഠിച്ചത് മുഴുവൻ 25 മിനിറ്റ് ടൈമർ വെച്ചിട്ടാണ്. അതിൽ കൂടുതൽ ഞാൻ ഇരുന്നിട്ടേ ഇല്ല. 25 മിനിറ്റ് ഇരിക്കും, എന്നിട്ട് എണീക്കും, ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കും, എന്നിട്ട് വീണ്ടും 25 മിനിറ്റ് ടൈമർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് പഠിച്ചത്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു വത്തയ്ക്ക് ജ്യൂസ് അടിക്കാമെന്ന്. അങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചു. അത് ഓൺ ആക്കാൻ നോക്കുന്നതിന് തൊട്ട് മുന്നേ കറണ്ട് പോയി, കറക്റ്റ് സമയം. എന്നിട്ട് ഞാൻ തിരിച്ച് വന്ന് വീണ്ടും ടെക്സ്റ്റ് ബുക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ടെക്സ്റ്റ് ബുക്ക് ഏകദേശം പഠിച്ച് കഴിയാനായപ്പോഴേക്കും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് തീർത്തപാട് ഞാൻ പോയിട്ട് ജ്യൂസ് അടിച്ചു. ഈ സമയത്ത് തണുത്തത് കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരാശ്വാസമാണ്, പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത്. നല്ലൊരു റീഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. ശരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അതൊക്കെ കഴിഞ്ഞ് രാത്രിയിലേക്കുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും വൊക്കാബുലറി പാർട്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ വൊക്കാബുലറി പാർട്ടാണ് നോക്കിയത്. ഈ വൊക്കാബുലറി പഠിക്കുന്ന സമയത്ത് അതിപ്പോൾ മലയാളം ആയാലും ഇംഗ്ലീഷിൻ്റെ ആയാലും കൂടുതലും PYQ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. റാങ്ക് ഫയലിലൊക്കെ ഒരുപാടുണ്ടാവില്ലേ, അപ്പോൾ ആദ്യം PYQ കവർ ചെയ്തതിന് ശേഷം റാങ്ക് ഫയലിലേക്ക് പോവാം. ദെൻ ഞാൻ 5ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നോക്കിയത്. അതിനകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചില പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റിയ ടൈപ്പ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്ന സ്ഥലം കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ നമുക്ക് എന്തായാലും കിട്ടില്ല. അതിപ്പോൾ ചെറിയ ക്ലാസ്സിലായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കവർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.